അപ്പൊ നമ്മള് വീട്ടില് വന്നിട്ട് ഇനി നേരെ ഷീജാന്റിക്ക് വാങ്ങിച്ച പൊറോട്ട കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മള് പൊറോട്ട കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം. രണ്ടും കൂടെ പോയിരിക്കാം. ഇവന്റെ നടുവൊടിഞ്ഞു പോയേ പറ്റത്തുള്ളായിരുന്നു. പറഞ്ഞോളൂ. വാ പിടി വാ, എനിക്ക് 10 ഉള്ളൂ. ഇവിടെ കൊല നടന്ന എനിക്ക് അതെന്താ ഇവിടെ എല്ലാരും വാ 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 വാ. അപ്പൊ അത് മതിയടാ, വാടാ. ടാറ്റ കൊടുക്ക് ഷീജാന്റി, ടാറ്റ. ഉമ്മ അബ്യോ പിന്നെ പോട്ടെ. ഇപ്പൊ വിട അപ്പപ്പൊടി എടുക്കാൻ. നമ്മള് പൊറോട്ടയൊക്കെ കൊണ്ടു കൊടുത്തു. ഇനി ഷീജാന്റിക്ക് അപ്പത്തിന്റെ പൊടി വേണോന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കയ്യില് ഇൻസ്റ്റന്റ് അപ്പത്തിന്റെ പൊടിയുണ്ട്. അപ്പൊ ആ പൊടി ബോബിയുടെ കയ്യിൽ കൊടുത്തുവിടാം. അപ്പോൾ ബോബി ഇങ്ങോട്ട് വന്നു. ഇനി അവനത് വാങ്ങിച്ചുകൊണ്ട് പോട്ടെ. എന്നിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് ബീഫ് ഉണ്ടാക്കാൻ കയറണം. എന്തിയാ ബോബി? എന്നാ ഇനി ഓടിച്ചെന്നോ പൊക്കോ. നിന്നോട് പെട്ടെന്ന് വിടണേന്ന് പറഞ്ഞു. ഗേറ്റ് അടയ്ക്കണേ. ഓക്കെ മോനെ. ടാറ്റ. ടാറ്റ. ഇല്ല മോനെ, ചേട്ടനവിടെ ജോലിയുണ്ട് കുറച്ച്. മക്കള് വാ. എനിക്ക് അടുത്ത ക്രിസ്മസിന്റെ സമ്മാനമായിട്ട് ഞങ്ങളുടെ ഷൈനി ചേച്ചി വന്നു. ഷൈനി ചേച്ചി ബാ. ചക്കരമുത്ത് വാ. ഒരു പൊതി നോയിരിക്കുന്നു. സുലുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അന്ന് അപ്പൊ ഞാൻ ഇല്ലായിരുന്നു. ഇനി ഓടിക്കൊണ്ടുവാ. ചേച്ചി നോക്കട്ടെ മുത്തേ, കൊണ്ടുവാ. ഞാൻ എണീക്കട്ടെ. ബീച്ചിൽ പോയി തെണ്ടി തിരിഞ്ഞിട്ട് വരുമോ? എന്നെ കൊച്ചു എന്നെ ബീച്ചിൽ കാല് ഇറക്കാൻ സമ്മതിക്കുന്നില്ല. ആന്നാ. അങ്ങനെ ഷൈനി ആന്റിയുടെ കൂടെ എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ കൂട്ടിന് വേണ്ടി ഞാനും പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാമ്പിരുന്ന സ്ഥലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ബാക്കിയുള്ള വീട്ടിലേക്ക് കേക്ക് എടുക്കാൻ വേണ്ടി. ആ ഇത് പൂട്ടാൻ പറ്റൂല്ലയോ മോനെ? എടാ രശ്മി, നീ അമ്മേനെ പൂട്ടിയാണോ പുറത്തിട്ട്? ഉറങ്ങിയോ? തുറക്ക് മോനെ. ഇത് പൂട്ടാൻ പറ്റുമോ? ഇവിടെ ഇതുണ്ട്. ശിവ വന്നില്ലയോ? ഞങ്ങള് പള്ളിയല്ലേ. ആ അടങ്ങ്. പുതിയ നൈറ്റി ഞാൻ കാണുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇതെന്തോ വായിലൊക്കെ പറ്റിയിരിക്കുന്ന? അത് ഒരു ഇത് വന്നു, ഉക്കുരു വന്നോ? അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ബീച്ചിലും എല്ലാം പോയി. ഷൈനി ആന്റിയുടെ കൂടെ കേക്ക് കൊടുക്കാൻ വേണ്ടി എല്ലായിടത്തും കൂടെ പോയിട്ട് നമ്മള് ബീഫ് ഉണ്ടാക്കാൻ പോകട്ടോ. സമയം
10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ എനിക്ക് ഉള്ളിയൊക്കെ പൊളിച്ചു, ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി, വെളുത്തുള്ളിയൊക്കെ ശരിയാക്കി തന്നു. ആ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇനി പോയി കിടന്ന് ഉറങ്ങുമ്പോ ബാക്കി ഫുള്ള് ഞാൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇന്ന് ബീഫ് വരട്ടി വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ അങ്ങ് എടുത്ത് ശീലാനിക്ക് കൊടുത്താൽ മതിയല്ലേ. അപ്പുകുട്ടന്റെ പുതിയ സൈക്കിൾ കിട്ടി കേട്ടോ. അപ്പൊ അപ്പുകുട്ടന്റെ അവന്റെ ഗിഫ്റ്റ് വന്നതാ. അവന്റെ കുഞ്ഞുമാവ എനിക്കൊരു ആഗ്രഹം ഇതൊരു കിട്ടാൻ. ഞാൻ സാധിച്ചിരുന്നു. അപ്പൊ അമ്മ മേടിച്ചിട്ടില്ലാന്ന് ഞാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ആരോ മേടിച്ചു തന്നു. കുഞ്ഞുമാവ വാങ്ങിച്ചു തന്നു. അത് കൊറേ ചേട്ടന്മാരും അമ്മമാരും പിന്നെ അച്ഛന്മാരും. ഞാൻ എന്തോ ചെയ്യും പിന്നെ ഒരു കുഞ്ഞുമാവ. അപ്പൊ സമയമില്ല അപ്പുകുട്ട. നമുക്ക് വേഗം ബീഫ് കറി വെക്കാം. അപ്പൊ ഞാൻ രാവിലെ അരപ്പൊക്കെ തേച്ച് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ തേച്ച് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു താഴത്തെ തട്ടില്. ഇന്നിനിയിപ്പോ ഇത് വേവിക്കാൻ എടുക്കാം. അപ്പൊ നല്ലപോലെ മസാല പിടിച്ചിരിപ്പുണ്ട്. ഇനി ആ ഒരു സമയത്തേക്ക് നമുക്ക് നമ്മുടെ ബീഫ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ കുക്കറിനകത്ത് ഈ ബീഫ് അങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കും കേട്ടോ. ബീഫ് 2 കിലോ ബീഫുണ്ട്. ഇതൊരു 5-6 വിസിൽ വരെ ഞാൻ ബീഫ് അടിക്കും. അപ്പൊ ചട്ടി ചൂടാക്കാൻ പറ്റും. ഇനി വേഗം ഞാൻ പോയി കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകും. അപ്പൊ ഞാന് ഇവിടുത്തെ വൃത്തിയൊന്നും നോക്കണ്ട കേട്ടോ. ആദ്യം ഇനിയിപ്പോ ഉറങ്ങുന്നതിനും പോകണം ഇതെല്ലാം ചെയ്യാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ബീഫ് കറിയിൽ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിക്ക് ഇട്ട് കൊടുക്കും. എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ഇഞ്ചി അരിഞ്ഞിട്ട് ഞാൻ ആ പാത്രം കഴുകിയിട്ടില്ല. എന്നിട്ട് സവാള സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. കൊച്ചുള്ളിയും സവാളയൊക്കെ അമ്മ റെഡിയാക്കി വെച്ചു. അതുകൊണ്ട് നമുക്ക് ആ ഒരു പാടില്ല. കളിക്കുന്നില്ലേ? എന്താ കളി? ഹായ്. അങ്ങനെ അവരോട് കുറേ നേരം സംസാരിച്ചു കേട്ടോ. നമ്മുടെ ഐഡിയും കാര്യങ്ങളും എല്ലാം ചോദിച്ചു. അതിലൊരു കുട്ടിക്ക് നമ്മളെ അറിയാമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ വീഡിയോ എന്നാ വരുന്നതെന്നൊക്കെ കേട്ടോ അവർ ചോദിക്കുന്നത്. അങ്ങനെ അവർക്ക് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് ഗേറ്റ് പൂട്ടിയിട്ട് നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് കയറി. കാരണം നമ്മുടെ ബീഫ് കറി പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ആദ്യത്തെ ഫോട്ടോ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ബീഫ് കറി അമ്മ ഡോർ ലോക്ക് ചെയ്തത്. ബീഫ് കറി ഉണ്ടാക്കാൻ നേരത്താട്ടോ പുലിക്കളിയല്ല ക്രിസ്മസിൻ്റെ ഒക്കെ വന്നേ. പിന്നെ ആ പിള്ളേരുടെ കൂടെ കൊച്ചു പിള്ളേരല്ലേ, അപ്പൊ ആ പിള്ളേരുടെ കൂടെ ഒക്കെ അല്ല മോനെ കുഞ്ഞു പിള്ളേരാ. അമ്മയ്ക്ക് ഇച്ചിരി പ്രായം കൂടുതലല്ലേ, അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് കുഞ്ഞു പിള്ളേരാ. അപ്പൊ അവരുടെ കൂടെ ഒക്കെ ക്രിസ്മസിന്റെ ഇതാക്കി. ഇനി നമുക്ക് ബാക്കി വേഗം പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ ബീഫിന്
ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും എല്ലാം അരിഞ്ഞൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബീഫിനൊക്കെ കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാനിങ്ങനെ കേട്ടോ വയ്ക്കാറുള്ളത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അമ്മ ഉറങ്ങാൻ പോയതായിരുന്നു കേട്ടോ. പിന്നെ ഈ കരോളിൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീറ്റ് വന്നതായിരുന്നു. അപ്പോൾ അമ്മ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ പോയി കിടന്നോന്ന്, കാരണം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാവില്ലെങ്കിൽ. അപ്പോൾ അമ്മയും അപ്പുക്കുട്ടനെ ഞാൻ ഇറക്കി പുറത്ത് നിർത്തിയിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മറന്ന വരെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക. ഇനിയാണ് കേട്ടോ ടാസ്ക്, കാരണം സവാളയുടെ നിറം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ അനോപിനിയം പാത്രമായിട്ട് ചെറുതായിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ അത് നോക്കി പതുക്കെ ഇരുന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ ഈ മിക്സിയൊക്കെ വേണ്ട ഉള്ളി അരിഞ്ഞ് സമയം കളഞ്ഞില്ല, പെട്ടെന്ന് നമ്മുടെ പണിയെല്ലാം അങ്ങ് തീർത്ത്. പക്ഷെ എന്നിട്ട് പോലും ഉള്ളിക്ക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അതായത് കണ്ണ് ഭയങ്കരമായിട്ട് എരിയുന്നുണ്ടായിരുന്നു മിക്സിയിൽ നിന്ന് തട്ടിയിടുമ്പോൾ തന്നെ. കൊച്ചുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉള്ളി അടി പിടിക്കാതെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. കാരണം അലൂമിനിയം പാത്രമായിട്ട് കുഴി ഒന്ന് കുറച്ച് കൂടിയ അടി പിടിക്കും. അതിൻ്റെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫിൻ്റെ 6ാമത്തെ വിസിലടിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി കുക്കറിലെ വിസിലല്ല പ്രഷർ പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പ്രഷർ പോയി കഴിയുമ്പോൾ അത് തുറന്നാൽ മതി. അപ്പോഴത്തേന് നമ്മുടെ ഉള്ളി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ബീഫിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള ധാരണ വേണം. ഇല്ലെങ്കിൽ നമുക്ക് എരിയൊക്കെ വളരെയധികം കൂടിപ്പോവും. അപ്പോൾ ഞാൻ മസാലയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ട് അത് പിടിച്ച് ഇളക്കി കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ബീഫിൽ ഇതുപോലെ മസാലപ്പൊടി ഒന്നും ഇടാറില്ല കേട്ടോ. ഇത് ഷീജാൻ്റെ ഇടാണോ എന്ന് പറഞ്ഞ ആ പാക്കറ്റ് തന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ സൈഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. കാരണം നമുക്ക് രാത്രി ഒരുപാട് സമയമായി. ഇതൊക്കെ വച്ചിനി സെറ്റായിട്ട് വേണം നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേവിച്ച ആ ഒരു ബീഫ് ഞാൻ ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ആ വെള്ളമില്ലേ അരപ്പ്, അത് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ചൊഴിച്ച് അത് വറ്റിച്ചെടുക്കണം. ഫൈനലി നമ്മൾ ബീഫ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു ഞാൻ സവാള കൂടുതലാണ് ഇടുന്നതെന്ന്. സവാള ഇട്ടാലേ നമുക്ക് ചോറിൽ ഇങ്ങനെ കുഴച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടിപൊളി കേട്ടോ. നമുക്ക് നാളെ ഇത് വറ്റിച്ചെടുക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് ഇത് ഓഫ് ചെയ്യാം. അങ്ങനെ രാവിലെ പയറുതോരനും മോരുകറിയും വെച്ച് കേട്ടോ. ഇന്നലെ രാത്രി ബീഫ് തയ്യാറാക്കി വെച്ചുകൊണ്ട് അത് ആദ്യം തന്നെ ഷീജാൻറ്റിക്ക് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോബി വന്നു കേട്ടോ. കാരണം എനിക്ക് ഒരു കയ്യിൽ ഇത് രണ്ടും കൂടെ പിടിച്ചോണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് വെച്ചിട്ട് ഒത്തിരി പൈസ എടുത്തു. ബൈക്കും ജീപ്പും മറ്റേ ഈ സൈക്കിളും വാങ്ങിത്തരാം കേട്ടോ. ആ ബൈക്കും ജീപ്പും വാങ്ങിച്ചു തരും. ഓക്കെ. അപ്പൊ ബോബി തോരൻ എടുക്കാൻ വന്നു. മോരുകറി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ബീഫ് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്ത്. കഴിച്ചു നോക്കിയോ? ആണോ? ഓക്കെ, കൊണ്ട് കൊടുത്ത്. അപ്പം നമ്മൾ പൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പൂന് ബോബിയുടെ അടുത്ത് കളിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൻ അതിൻ്റെ പുറയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ഇത് ക്രിസ്മസിൻ്റെ കേക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ കട്ട് ചെയ്തിട്ട് വൈനും കേക്കും ആയിട്ട് എല്ലാവരും കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. ബീഫും പോർക്കും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ മൈ വേ ബൈ കല്യാണി 2.0 അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം അതൊക്കെ ഷോർട്സിന് വേണ്ടി എടുത്തതായിരുന്നു. ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ ബൈ ബൈ, സീ യു.